തിരുവനന്തപുരത്ത് മോഷ്ടാക്കൾ പൊളിച്ചുവിറ്റു എന്ന് പോലീസ് പറഞ്ഞ ബൈക്ക് കണ്ടെത്തി. ആലപ്പുഴ പോലീസാണ് ബൈക്ക് കണ്ടെത്തിയത്. ബൈക്ക് മോഷ്ടിച്ച 2 പ്രതികളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് വിവാദമായിരുന്നു. പ്രതികൾ തെറ്റായ മൊഴി നൽകിയെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വാദം. സിജോ വി ജോണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സിജോ, ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്ന വിശദീകരണം എന്താണ്? പോലീസ് ഈ ബൈക്ക് കണ്ടെത്താനുള്ള സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് ആലപ്പുഴ നോർത്ത് പോലീസാണ് ബൈക്ക് കണ്ടെത്തി വിവരം അറിയിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. സംശയാസ്പദമായ രീതിയിലാണ് ഈ ബൈക്കുമായിട്ട് ആളുകൾ 2 പേർ പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് പരിശോധനയിലാണ് ഇത്തരത്തിൽ ബൈക്ക് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് നടത്തിയ പരിശോധന നടത്തിയപ്പോഴാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് മോഷണം പോയെന്ന് പറയുന്ന ബൈക്ക് തന്നെയാണെന്നുള്ള കണ്ടെത്തലിലേക്ക് വരുന്നത്. പോലീസ് അതിന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇത് തങ്ങൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ബൈക്ക് മോഷണം പോയി തന്നെയാണത്. ആ ബൈക്ക് മോഷണം പോയി അത് പൊളിച്ചു വിറ്റു എന്നായിരുന്നു ഈ കേസിൽ അറസ്റ്റിലായ ജിനുവും അതോടൊപ്പം തന്നെ ഉണ്ണിയും നൽകിയിരുന്ന മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ അത്തരത്തിൽ FIR രജിസ്റ്റർ ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതല്ലാതെ ബോധപൂർവം അത്തരങ്ങനെ ചെയ്തതല്ല. ഇതിന്റെ ഭാഗമായി ബൈക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ഇത് വിൽപ്പന നടത്തിയെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് പോലീസ് തന്നെ FIR-ൽ ഈ ബൈക്ക് പൊളിച്ചും വിൽപ്പന നടത്തി, അത് അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയി അത് പൊളിച്ചു എന്ന് പറയുന്ന അതേ ബൈക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. കസ്റ്റഡിയിലെടുത്ത ജിനുവിനെയും അതോടൊപ്പം തന്നെ ഉണ്ണിയെയും ക്രൂരമായ രീതിയിലാണ് പോലീസ് മർദ്ദിക്കുന്നത്. അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും തുടർന്ന് ഗ്രേഡ് SI ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ശരി.